കഥ വാസന എം. സന്തോഷ്. നഗരസഭയിലെ ഡ്രെയിനേജ് തൊഴിലാളിയാണെന്ന് കരുതി ബാലനെ അത്രയ്ക്ക് നിസ്സാരനായി കരുതരുത്. ഒരല്ലലും ഇല്ലാത്ത കുടുംബത്തിലായിരുന്നു ജനനം. അച്ഛൻ ഗൾഫിൽ. പണത്തിന് ബുദ്ധിമുട്ടില്ലാത്ത സ്കൂൾ കാലം. 5ാം ക്ലാസ്സിൽ സിഗരറ്റ് വലിച്ച് മൂക്കിൽ കൂടി പുകവിടാൻ പഠിച്ചു. 6ാം ക്ലാസ്സിലായിരുന്നു ആദ്യമായി പട്ട അടിച്ചത്. അന്ന് ഒപ്പം പട്ടയടിക്കാൻ കൂടിയ അബുവാണ് ഇന്നും ഉറ്റ ചങ്ങാതി. അതിനകം പുകഞ്ഞ കൊള്ളിയായ ബാലൻ 7ാം ക്ലാസ് ആയപ്പോഴേ വീട്ടിൽ നിന്ന് പുറത്തായി. കടത്തിണ്ണ അഭയമായപ്പോൾ പുതിയ കൂട്ടുകെട്ടായി, കൂലിത്തല്ലായി വരുമാനമാർഗം. അതോടെ അച്ഛനും അമ്മയും അനിയത്തിയും നാടുവിട്ടുപോയി. അവരെങ്ങോട്ട് പോയെന്ന് അന്ന് അന്വേഷിക്കണമെന്ന് ബാലന് തോന്നിയില്ല. ഇന്ന് അതേക്കുറിച്ചൊക്കെ ഓർമ്മിക്കുമ്പോൾ നെഞ്ച് കലങ്ങും. അബു ഒഴിച്ചു തരുന്ന വില കുറഞ്ഞ റം വെള്ളം തൊടാതെ മടമടാ കുടിച്ച് കിറുങ്ങി വീഴുമ്പോഴാണ് ആശ്വാസം. അബുവാണ് നഗരസഭയിൽ ആളെ എടുക്കുന്ന വിവരം അറിയിച്ചത്. ഇരുവരും പാർട്ടിക്ക് വേണ്ടിയും പലപ്പോഴും കൂലിത്തല്ല് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ബലത്തിൽ ജോലി കിട്ടി. അവൻ്റെ വീടിനടുത്തുള്ള മിച്ചഭൂമി കയ്യേറിയവനെ ഓടിച്ചുവിട്ട് അതിനടുത്ത് കൂര ഷീറ്റിട്ടൊരുക്കി തന്നതും അവൻ തന്നെ. അടിയും കൊണ്ട് ഓടിപ്പോയവന് വണ്ടിക്കൂലിക്ക് പണം കൊടുക്കാൻ അബു മറന്നില്ല. മലയിൽ വേറെ വീടും ഭാര്യയും കുടുംബവും ഉള്ള ആളായിരുന്നതിനാൽ അത് കേസാവില്ലെന്ന് ഉറപ്പായിരുന്നു. സുനിത +2 തോറ്റ് കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുന്ന കാലമായിരുന്നു അത്. അവൾക്ക് അവിടുത്തെ സാറുമായി പ്രേമം. സാറിന് വേറെ ഭാര്യയും മകനുമുണ്ടായിരുന്നു. അതറിഞ്ഞ അബു അവളെ അടിച്ചു ഫിറ്റായി അടിക്കാൻ കൈവച്ചപ്പോൾ പിടിച്ചു മാറ്റാൻ ചെന്നതാണ് ബാലൻ. എടാ, ഇവളെ ഇനി ആര് കെട്ടുമടാ എന്നായി അവൻ. പൂസായതിൻ്റെ അടുത്ത ഘട്ടമായി മൂക്കളയും കണ്ണീരും ഒരുമിച്ച് വരുന്നതിന് പുറമെ കൊഴുത്ത ചാളുവയും പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. എനിക്കെൻ്റെ സാറു മതി. സാറ് പറഞ്ഞിട്ടുണ്ട് ഞാനില്ലെങ്കിൽ സാറിനൊരു ജീവിതമില്ലെന്ന്. സുനിത ആ ആഴ്ചത്തെ വാരികയിൽ വായിച്ച നോവലിലെ നായികയുടെ ഡയലോഗ് കാച്ചി. ഭ എന്ന ആട്ടോടെ അബുവിൻ്റെ ചാളുവയും കണ്ണീരും മൂക്കളയും ഛർദിയും എല്ലാം കൂടി സുനിതയുടെ മുഖത്തേക്ക് തെറിച്ചു. ഇന്നാണെങ്കിൽ ഇൻസ്റ്റലേഷൻ എന്നൊക്കെ പറയുമായിരുന്ന വിധത്തിലെ സാധനമായിരുന്നു എന്ന് പറയാൻ അന്നും ബാലന് അറിയാമായിരുന്നില്ല. അതുകൊണ്ട് അവൻ കുടുകുടാ ചിരിച്ചു. അത് കണ്ട് കലികയറിയ സുനിത ബാലനെ ചുറ്റിപ്പിടിച്ച് അവളുടെ മുഖം അവൻ്റെ മുഖത്തേക്ക് അങ്ങ് തേച്ചു. അതുവരെ ഒരു തവണ പോലും അബുവിൻ്റെ പെങ്ങൾ ബാലൻ്റെയും പെങ്ങൾ എന്ന അർത്ഥത്തിലല്ലാതെ നോക്കിയിട്ടില്ല. ആറ്റുകാലമ്മച്ചിയെ പിടിച്ച് ആണയിട്ട് അതാരോട് പറയാനും അയാൾക്ക് മടിയുമില്ല. അവൾ അങ്ങനെ മുഖം ചേർത്തുരച്ചപ്പോൾ അവൻ്റെ കണ്ണിൽ അപ്പോൾ മാത്രമാണ് അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളുടെ ഭംഗി ശ്രദ്ധയിൽപ്പെട്ടത്. എന്നിട്ടും അതാരോടും പറയാതെ അപ്പോൾ തന്നെ അവൻ അത് മറന്നു, അഥവാ മറക്കാൻ ശ്രമിച്ചു. ഉള്ളിലുള്ളത് മറച്ചു പിടിച്ച് മറ്റൊന്നെടുത്ത് പെരുമാറുന്നതാണല്ലോ മാന്യതയുടെ ലക്ഷണം. അന്ന് രാത്രി അവിടുന്ന് ഇറങ്ങി അവളുടെ സാറിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി തല്ലി ഒരു കാലൊടിച്ച ശേഷം നേരെ എടുത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ കൊണ്ടുചെന്ന് പ്ലാസ്റ്റർ ഇടുന്നതിന് മുമ്പായി ഇനി സുനിതയുമായി എവിടെ വെച്ചെങ്കിലും കണ്ടാൽ അടുത്ത കാല് മാത്രമല്ല 2 കൈയും അടിച്ചൊടിക്കുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ അത് വിശ്വസിക്കാതിരിക്കാൻ അയാൾക്ക് വേറെ കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ ചോദിച്ചപ്പോൾ മേശ കാലിൽ കൂടി വീണതാണെന്ന് അബു പറഞ്ഞു. ഇങ്ങനെ മേശ വീഴാറില്ലല്ലോ എന്ന് സംശയിച്ച ഡോക്ടറോട് സാറിൻ്റെ കാലിൽ മേശ കൊണ്ടുവന്നിട്ട് കാണിക്കണോ എന്ന് ബാലൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയ മുതലിനെ കാലിൽ പ്ലാസ്റ്റർ ഇട്ട നിലയിൽ കൊണ്ടാക്കിയത് കണ്ട് നിലവിളിക്കാൻ ഒരുപ്പെട്ട സാറിൻ്റെ ഭാര്യയോട് ബാലൻ പറഞ്ഞു, പെങ്ങളെ, ഈ കാലിലെ കെട്ട് പെങ്ങളുടെ ജീവിതം നന്നായി കൊണ്ടുപോവാനാണ്. അല്ലേൽ ഈ ഒരുമ്പെട്ടോൻ വേറൊരുത്തിയുടെ കൂടെ പോവും.
അങ്ങനെ വല്ല ആലോചനയും ഇനിയിപ്പോൾ ഇവനുണ്ടായാൽ അപ്പോൾ ഇത് ഓർമ്മ വരും. അതുകൊണ്ട് പെങ്ങള് ഹാപ്പിയായി പോയി ഈ ആങ്ങളമാർക്ക് കട്ടൻ അനത്തിക്കൊണ്ടുവാ. സന്തോഷത്തോടെ അവർ കൊടുത്ത കട്ടനും കുടിച്ച് പണവും പോക്കറ്റിലിട്ട് കൊടുത്താണ് അബുവും ബാലനും അവിടെ നിന്നിറങ്ങിയത്. പണം വേണ്ടാന്ന് ഇരുവരും ആണയിട്ട് പറഞ്ഞതാണ്. ഇങ്ങേരുടെ കയ്യും കാലും അടിച്ചൊടിക്കാൻ ഞാൻ കൊട്ടേഷൻ കൊടുക്കാൻ വെച്ച പണമാണെന്ന് അവർ പറഞ്ഞപ്പോൾ അത് തങ്ങളുടെ കൈവശം എത്തേണ്ടതായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞാണ് ഇരുവരും അത് കൈപ്പറ്റിയത്. പിറ്റേന്ന് സാറ് വന്നില്ല എന്നു മാത്രമല്ല, അവധിയിലായതും ഒടുവിൽ സ്ഥലം മാറിപ്പോയതും മനസ്സിലായപ്പോൾ വാരികയിലെ കഥയിലെ നായകനും ജീവിതത്തിലെ പുരുഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് സുനിത തിരിച്ചറിഞ്ഞു. അതോടെ അവൾ ആകെ മാറി. പിന്നെ കണ്ണും പൂട്ടിയിരുന്ന് പഠിത്തത്തോട് പഠിത്തം. +2 പാസ്സായി, ഡിഗ്രിക്ക് ചേർന്നു. അതിനെ ചൊല്ലി ആധി പിടിച്ച അബുവിനോട് അവൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചത് ബാലനാണ്. ഡിഗ്രി മികച്ച മാർക്കോടെ പാസ്സായപ്പോൾ PGക്ക് പോകണമെന്നായി അവൾ. അപ്പോഴും ബാലൻ തന്നെയാണ് അവൾ പഠിക്കട്ടെ എന്ന് ഉറപ്പിച്ചു പറഞ്ഞത്. ഒരു പ്രണയപരാജയം ഇത്രയും വാശിയേറിയ പഠിത്തത്തിന് കാരണമായെങ്കിലും അബുവിന് ഒരു സമാധാനവുമില്ലായിരുന്നു. എടാ, തന്തയും തള്ളയും ഇല്ലാത്ത കൊച്ചാണ്. അവര് മണ്ണിനടിയിൽ കിടന്നുകൊണ്ട് എന്നോട് ചോദിക്കുമെടാ, അവളെ കൊള്ളാവുന്ന ഒരുത്തൻ്റെ കയ്യിൽ പിടിച്ചു കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനവുമില്ലടാ. ഇവളിങ്ങനെ പഠിച്ചാൽ എനിക്ക് പേടിയാവുന്നടാ. 1-ാം തീയതി ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഇരുവരും കൂടുന്ന ഒരു പതിവുണ്ട്. അത്തരമൊരു കൂടലിനിടയിലാണവൻ ഇങ്ങനെ വേവലാതിപ്പെട്ടത്. അവൻ്റെ കരച്ചിൽ ഉച്ചത്തിലായി. എടാ, ഇപ്പോൾ സുനിത നന്നായി പഠിക്കുന്നുണ്ട്. നല്ലൊരു ജോലി കിട്ടിയാൽ അവൾ പിന്നെ അന്തസ്സായി ജീവിച്ചോളുമല്ലോ. പിന്നെന്താ? ബാലൻ ചോദിച്ചു. അതിന് ജോലി കിട്ടേണ്ടേ എന്ന സംശയത്തിന് ബാലൻ്റെ മറുചോദ്യം. എടാ, ഒരു കാലത്തും സർക്കാർ ജോലിക്ക് അർഹതയില്ലാതിരുന്ന നമ്മൾ സർക്കാർ ശമ്പളം വാങ്ങുന്നില്ലേ? പിന്നെന്താടാ എല്ലാ യോഗ്യതയുമുള്ള അവൾക്ക് ജോലി കിട്ടാനുള്ള തടസ്സം? അപ്പോൾ തടസ്സമില്ല അല്ലേ എന്നാശ്വസിച്ച് ഇരുന്ന തിണ്ണയിലേക്ക് തന്നെ അബു ചെരിഞ്ഞ നേരത്താണ് ബാലൻ്റെ മൊബൈൽ ഫോൺ ശബ്ദിച്ചത്. ഇതാരായിരിക്കുമെന്ന ആശങ്കയോടെ അയാൾ ഫോണെടുത്ത് ഹലോ പറഞ്ഞു. ബാലൻ ചേട്ടനല്ലേ? മറുതലയ്ക്കൽ പെൺശബ്ദം കേട്ടതോടെ അയാൾ അധിക ജാഗ്രതയിലായി. ഒന്നാമത് മദ്യപിച്ചിട്ടുണ്ട്, രണ്ടാമത് രാത്രി, പണി ഏത് രൂപത്തിലാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ. അതെ, അയാൾ സമ്മതിച്ചു. ചേട്ടാ, ഇത് സുനന്ദയാണ്. അതാരാണ് എന്ന് അയാൾക്ക് മനസ്സിലായില്ല. നിങ്ങൾ ആരാ? അയാൾ ചോദിച്ചു. ചേട്ടാ, ഒരു കൂട്ടുകാരനുമായി വന്ന് അയാളുടെ പെങ്ങളുമായി എൻ്റെ ഭർത്താവിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഒരു കാലടിച്ചൊടിച്ചത് ഓർമ്മയുണ്ടോ? കേട്ടപ്പോൾ സംഭവം ഓർമ്മ വന്നു. അത് കുറേ കൊല്ലമായില്ലേ? 8 കൊല്ലമായി ചേട്ടാ, അവർ പറഞ്ഞു. ഇനി അതിലെന്താ കാര്യം? അയാൾക്ക് ഇപ്പോഴും കോഴിപ്പരിപാടി ഉണ്ടോ? അയാൾ ചോദിച്ചു. അണ്ണാൻ മരം കയറ്റം മറക്കുമോ ചേട്ടാ? അത് കഴിഞ്ഞ് ആദ്യത്തെ 2-3 വർഷം അങ്ങേര് ഒതുങ്ങിക്കൂടി, പിന്നെ വീണ്ടും തുടങ്ങി. അവരുടെ ശബ്ദത്തിലെ നിരാശ അയാൾ തിരിച്ചറിഞ്ഞു. ഞങ്ങൾ കൊട്ടേഷൻ പരിപാടിയൊക്കെ നിർത്തി, അയാൾ പറഞ്ഞു. അങ്ങേരുടെ കാര്യത്തിനല്ല ചേട്ടാ വിളിച്ചത്. തെളിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ തെളിക്കണമെന്നാണല്ലോ ചൊല്ല്. ഞാനിപ്പോൾ അതൊക്കെ എൻ്റെ തലവിധിയായി കരുതി സമാധാനിക്കുകയാണ്. എൻ്റെ താലിമാല കക്കൂസിൽ പോയി, അതൊന്ന് എടുത്തു തരാനാ, അവർ പറഞ്ഞു. പിറ്റേന്ന് ഞായറാഴ്ച ആയതിനാൽ അതെടുത്തു കൊടുക്കാൻ രാവിലെ 9 മണിയോടെ എത്താമെന്ന് സമ്മതിച്ചു. സാധാരണ ഇത്തരം പണികൾക്ക് ഞാനും അബുവും കൂടിയാണ് പോകുന്നത്. അവനും എന്നെപ്പോലെ ഞായറാഴ്ചയാണ് ഓഫ്. സീനിയർ ആയാലുള്ള മെച്ചം മാത്രമായിരുന്നില്ല അത്. പണ്ടത്തെ ഗുണ്ടാപ്പണിയുടെ ബലത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ദിവസങ്ങളിൽ അവധി കിട്ടുന്നതിന് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. രാവിലെ അബുവിനെ വിളിക്കാൻ വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് അവൻ ഉണ്ടാവില്ലെന്ന് അറിഞ്ഞത്. അവൻ മുമ്പേ പറഞ്ഞതാണ്, സുനിതയെ ഏതോ ടെസ്റ്റ് എഴുതിക്കാൻ കൊണ്ടുപോവാനുണ്ട്. അബു ഉണ്ടായിരുന്നെങ്കിൽ അവൻ്റെ കയ്യിൽ കുപ്പി
ഇടുപ്പിൽ ഒളിപ്പിച്ച നിലയിൽ കാണുമായിരുന്നു. ഇതിപ്പോൾ ലഹരിയില്ലാതെ അമേധ്യക്കുഴിയിൽ ഇറങ്ങുക പറഞ്ഞാൽ തപ്പി നോക്കിയപ്പോൾ പണ്ടെങ്ങോ കുടിച്ചിട്ട് ബാക്കി വെച്ച പൈൻ്റ് കുപ്പിയിൽ പകുതിയോളം ഇരിക്കുന്നു. ആപൽ ബാന്ധവ, അനുഗ്രഹങ്ങൾക്ക് നന്ദി. അതെടുത്ത് ഇടുപ്പിൽ ചെരുകി. സുനന്ദയുടെ വീട്ടിലേക്കുള്ള വഴി അവർ വ്യക്തമായി പറഞ്ഞു തന്നിരുന്നു. ബൈക്കിൽ പോകുമ്പോൾ ഒരാളോടും വഴി ചോദിക്കേണ്ടി വന്നില്ല. അവിടെ ചെന്നിറങ്ങിയപ്പോൾ വീട്ടിനകത്തുനിന്ന് സുനന്ദ ഇറങ്ങി വന്നു. പണ്ടു കണ്ടതായി തോന്നിയതേയില്ല. അന്നത്തെ ആ രൂപം ഓർത്തെടുക്കാൻ ഇന്നലെയെ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും ആ രൂപം ഓർമ്മയിലില്ല. നേരിട്ട് കണ്ടപ്പോൾ ഇവളുടെ കെട്ടിയോനെ ഒന്നുകൂടി കയ്യും കാലും അടിച്ചൊടിക്കണമെന്ന് തോന്നി. അത്രയ്ക്ക് സുന്ദരി. എത്ര പവൻ്റെ മാലയാ? അയാൾ ചോദിച്ചു. 5 പവൻ്റേതെന്ന് മറുപടി. 5000 രൂപയാവുമെന്ന് പറഞ്ഞപ്പോൾ അവർ തലയാട്ടി. പിന്നെ മാറി നിന്ന് വസ്ത്രം മാറി. പൈൻ്റ് കുപ്പിയിലുണ്ടായിരുന്ന റം എടുത്ത് വാക്കകത്തോട്ട് കമിഴ്ത്തി. അതില്ലാതെ ഇത്തരം കുഴികളിലിറങ്ങാൻ കഴിയില്ല. ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് മുഖവും തലയും മൂടി ആ തീട്ടക്കുഴിയിലേക്ക് ഊളിയിട്ടു. 1 മണിക്കൂറോളം മുങ്ങി തപ്പിയ ശേഷമാണ് മാല കിട്ടിയത്. അകത്താ കുളിമുറി, അവിടെ കുളിക്കാം. അവർ പറഞ്ഞത് കേട്ട് അവരുടെ പിന്നാലെ അകത്തേക്ക് നടക്കുമ്പോൾ കനത്ത പിൻഭാഗത്ത് നിന്ന് കണ്ണു മാറ്റാൻ കഴിഞ്ഞില്ല. കുളിമുറി തന്നെ വലിയ മുറി പോലെ ആഡംബരപൂർണമായിരുന്നു. ഷവറിന് ചുവട്ടിൽ നിന്ന് കുളിച്ച് മുല്ലപ്പൂ മണമുള്ള സോപ്പ് 4-5 വട്ടം ദേഹമാസകലം തേച്ചിട്ടും നാറ്റം പോയതായി തോന്നിയില്ല. താലിമാല സോപ്പ് വെള്ളത്തിൽ ആദ്യമേ മുക്കി വച്ചിരുന്നു. കുളി കഴിഞ്ഞ് മുണ്ടെടുത്ത് വാതിൽ തുറന്നതും അവർ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവരെ അടുത്തേക്ക് വിളിച്ചപ്പോൾ അത് പ്രതീക്ഷിച്ച പോലെ ചിരിച്ചുകൊണ്ട് ഒരു മടിയുമില്ലാതെ വന്നു. തിരിച്ചു നിർത്തി കുളിമുറി വാതിൽക്കൽ വച്ച് താലിമാല അണിയിക്കുമ്പോൾ അവർ സാവധാനം ചേർന്നു നിന്നു. വാരി പുണർന്നപ്പോഴേക്കും അവരുടെ കൈകളും അയാളുടെ പിന്നിലേക്ക് സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. നാറ്റം തോന്നിയോ? തളർന്ന് സുനന്ദയിൽ നിന്ന് ഇറങ്ങി കുളിമുറിയിലെ വെറും നിലത്തേക്ക് കിടക്കുമ്പോൾ അയാൾ ചോദിച്ചു. ഓ, മുഷിട് നാറ്റം തോന്നിയെങ്കിലും അതൊന്നും ഓർക്കാൻ പറ്റിയില്ല. എന്തൊരു ശക്തിയാ! ആ കരുത്തിൽ എല്ലാം മറന്നുപോയി. അപ്പോഴും അവരുടെ കിത പൊടുങ്ങിയിരുന്നില്ല. ആ കേട്ടത് അയാൾക്ക് ആവേശമായി. വീണ്ടും അവരെ വലിച്ച് ശരീരത്തിലേക്ക് കയറ്റി. അവരുടെ പിന്നിലേക്ക് അയാളുടെ കൈകൾ നീണ്ടു. പിന്നെ എത്ര തവണ അവിടെ പോയെന്ന് ഓർമ്മയില്ല. അവരുടെ ഭർത്താവ് മാസത്തിലൊരിക്കൽ വരുമായിരുന്നു. ആ സമയങ്ങളിൽ അവിടെ ചെല്ലാറേയില്ലായിരുന്നു. ഭർത്താവ് പോയെന്ന് സുനന്ദ വിളിച്ചു പറഞ്ഞ ശേഷമേ അയാൾ അങ്ങോട്ടേക്ക് പോയിരുന്നുള്ളൂ. സുനിതയ്ക്ക് കേന്ദ്ര സർക്കാർ ജോലി കിട്ടി. തിരുവനന്തപുരത്ത് ഏജീസ് ഓഫീസിലാണ് നിയമനമെന്നത് ആശ്വാസമായി. അതോടെ കല്യാണാലോചന ഉഷാറായി. 2-3 പേർ പെണ്ണ് കാണാൻ വന്ന ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോഴൊക്കെയും അബുവിന് പൂർണ്ണ പിന്തുണ നൽകി അവിടുത്തെ ഒരുക്കങ്ങളുടെ ആദ്യാവസാനക്കാരനായി ബാലനുണ്ടായിരുന്നു. എന്നിട്ടും ഒന്നും അങ്ങോട്ട് കരയ്ക്കടുക്കുന്നില്ല. അവളുടെ ഓഫീസിലെ ഒരു ചെറുപ്പക്കാരൻ വീട്ടിൽ വന്നു. കാപ്പി കുടിച്ചു പിരിഞ്ഞപ്പോൾ അത് ശരിയാകുമെന്നായിരുന്നു പ്രതീക്ഷ. അപ്പോൾ സുനിത പറഞ്ഞു, അവനെ ഇനി പ്രതീക്ഷിക്കേണ്ട. ഒരാഴ്ചയായി അയാൾ പിന്നാലെയുണ്ട്. കല്യാണം കഴിക്കാമെന്നാണ് വാഗ്ദാനം. അങ്ങനെയാണ് വീട്ടിൽ വരാൻ പറഞ്ഞത്. അണിഞ്ഞൊരുങ്ങി നടക്കുന്ന എന്നെ കണ്ടാൽ ആരെങ്കിലും വിചാരിക്കുമോ കയറിക്കിടക്കാൻ പുറമ്പോക്ക് കൂര മാത്രമുള്ളവളാണെന്ന്? അവൾ ചിരിച്ചു. പൊടുന്നനെ അബു പൊട്ടിക്കരഞ്ഞു. എടാ, ഞാനൊരു പോക്കണം കെട്ടവനായതുകൊണ്ടല്ലേ എനിക്കിവളുടെ കല്യാണം നടത്താൻ പറ്റാത്തത്? സുനിതയുടെ കല്യാണം ഉടൻ നടത്തും. ഞാൻ ഇന്ന് തന്നെ നമ്മുടെ രാജപ്പണ്ണനെ കണ്ടു സംസാരിക്കാം. ബാലൻ ഉറപ്പ് നൽകിയതിനാൽ അബു കണ്ണീർ തുടച്ചു. അവിടുത്തെ അറിയപ്പെടുന്ന ബ്രോക്കറാണ് രാജപ്പണ്ണൻ. കൊല്ലുന്ന കമ്മീഷൻ കാരണമാണ് അവരിരുവരും ഇതുവരെ അയാളെ ഒഴിവാക്കിയത്. പിറ്റേന്ന് തന്നെ ബാലൻ അയാളെ കണ്ട് സംസാരിച്ചു. നല്ല കല്യാണ ആലോചനയ്ക്കുള്ള തടസ്സം പുറമ്പോക്കിലെ വീടാണെന്ന് അയാൾ പറഞ്ഞു. പെൺകുട്ടിക്ക് ജോലിയുള്ളത് മാത്രമാണ് ആകെയുള്ള നേട്ടം. പക്ഷേ ആളിനത്ര വെളുപ്പില്ലാത്തതും പ്രശ്നമാണ്. സർക്കാർ ജോലിക്കാർ തന്നെ വേണമെന്ന് സഹോദരൻ പറഞ്ഞിട്ടുള്ളതിനാൽ വീടില്ലാത്ത ചെറുകിട കച്ചവടക്കാരെയൊന്നും അങ്ങോട്ടേക്ക് കൊണ്ടുവരാനാവില്ലല്ലോ. സർക്കാർ ജോലി കിട്ടിയാൽ
പിന്നെ ഓരോ ഇടത്തു നിന്നും അവർക്ക് വലിയ ഡിമാൻഡാണ്. കാണാൻ കാശിന് കൊള്ളില്ലെങ്കിലും അവരുടെ വിചാരം മമ്മൂട്ടിയാണെന്നാണ്. ബ്രോക്കർ കൂടുതൽ വിശദീകരണത്തിന് ഒരുങ്ങുന്നതിനിടെ അയാൾ എഴുന്നേറ്റു. നേരെ ചെന്നത് അബുവിൻ്റെ വീട്ടിലാണ്. അവൻ ഉമ്മറത്ത് തന്നെയുണ്ട്. സുനിത ചായ ഇടാനായി എഴുന്നേറ്റു. സുനിതയും അവിടെ ഇരിക്ക്, ഞാൻ രാജപ്പണ്ണനെ പോയി കണ്ടു. നിങ്ങൾ അടിയന്തിരമായി വാടക വീട്ടിലേക്ക് മാറണം. നല്ല ആലോചന വരണമെങ്കിൽ അതേ വഴിയുള്ളൂ, ബാലൻ പറഞ്ഞു. ഇവിടെ എന്താ കുഴപ്പം? സുനിത ചോദിച്ചു. അത് നിനക്ക് ഈ ചുറ്റുപാടുകൾ അറിയാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത്. ഈ പുറമ്പോക്കും ഷീറ്റിട്ട കൂരയുമൊക്കെ സാധാരണയിലും താഴെയുള്ളവർക്ക് താമസിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. സർക്കാർ ജോലിക്കാരാണേൽ വല്ല പ്യൂണോ അറ്റൻഡറോ അതിലും താഴെയുള്ള നമ്മളെപ്പോലുള്ളവർക്കോ മാത്രമുള്ളത്. സുനിത ഇപ്പോൾ കേന്ദ്ര സർക്കാരിലെ ഉദ്യോഗസ്ഥയാണ്. ഇനി ഇവിടെ തുടരുന്നത് നിന്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് മാത്രമല്ല, ഭാവിക്കും തടസ്സമാണ്. അതുകൊണ്ട് നിങ്ങൾ വാടക വീട്ടിലേക്ക് മാറുന്നു, കല്യാണം കഴിയുന്നു, പിന്നെ നിന്റെ ലോകം കെട്ടിയോൻ്റെ കൂടെയല്ലേ, ബാലൻ വിശദീകരിച്ചു. വാടക വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഒരു കൊച്ചിൻ്റെ തള്ളയായിട്ട് കൊല്ലം 7-8 കഴിഞ്ഞേനെ. ഒന്ന് നിർത്തി ചിരിയോടെ അവൾ തുടർന്നു. ആ കൊച്ചിൻ്റെ അച്ഛൻ ഒരിക്കലും അത് ഏറ്റെടുക്കില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ പുറമ്പോക്കിലെ കൂരയിൽ പാർത്തതുകൊണ്ടാണ്. ഇവിടെ എൻ്റെ ആങ്ങളയും അങ്ങേരുടെ കൂട്ടുകാരനും ചേർന്ന് എനിക്കൊരു കവചം തീർത്തതുകൊണ്ട് ഞാൻ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥയായി. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നും. കഥയിലൊക്കെ പറയുന്നത് പോലെ പറഞ്ഞാൽ അവിടെ ആകെ നിശബ്ദത പരന്നു. കുറച്ചു കഴിഞ്ഞ് ബാലൻ തന്നെ ഇടപെട്ടു. എന്നു വെച്ചാൽ എങ്ങനെയാ സുനിതേ, നിനക്കൊരു നല്ല ജീവിതം കിട്ടാനല്ലേ ഈ പാടൊക്കെ പെടുന്നത്? ഞാൻ ഈ ഭൂമിയിൽ തനിയെ പിറന്നു വീണതൊന്നുമല്ലല്ലോ. ഈ മിണ്ടാതെ മോങ്ങിക്കൊണ്ടിരിക്കുന്ന ചേട്ടായി ഇല്ലാതെ എനിക്ക് മാത്രം എന്ത് ജീവിതം, അവൾ ചോദിച്ചു. സുനിത ഒറ്റയ്ക്കല്ല, അബുവിനോടൊപ്പം തന്നെയാണ് വാടക വീട്ടിലേക്ക് മാറുന്നത്. തെറ്റിദ്ധാരണ നീക്കിയ ആശ്വാസത്തിലായിരുന്നു ബാലൻ. അല്ല, ഞാനും എൻ്റെ ജീവിതവുമാണല്ലോ വിഷയം. അപ്പോൾ ഞാൻ തന്നെ മുൻകൈ എടുക്കണം, അവൾ പറഞ്ഞു. മോളെ, നിന്റെ ഇഷ്ടം എന്തായാലും അത് ഈ അബു നടത്തി തരും, അബു ഉറപ്പു നൽകി. എങ്കിൽ അവൾ എന്നോട് ചോദിച്ചു, ബാലേട്ടൻ എന്നെ കെട്ടിയാൽ എന്താ കുഴപ്പം? നീ അങ്ങനെ പരിഹസിക്കുകയൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു. കളിയാക്കുകയല്ല, ബാലേട്ടനെ എനിക്കിഷ്ടമാണെന്ന് സുനിത ആവർത്തിച്ചു പറഞ്ഞതോടെ അബു ചാടി വീണു. എനിക്ക് ഈ ബുദ്ധി നേരത്തെ പോയില്ലല്ലോ ശിവനെ എന്ന് പരിതപിച്ച് അയാൾ എന്നെ കെട്ടിപ്പിടിച്ച് കവിളിൽ ചുംബിച്ചു. എനിക്കുമ്മ വയ്ക്കാനുള്ള സ്ഥലമൊന്നും ഇങ്ങനെ വൃത്തികേടാക്കരുതേ ചേട്ടായി എന്ന് പറഞ്ഞതും എടി കുരുപ്പേ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് അബു ചാടി എഴുന്നേറ്റു. അങ്ങനെ സുഹൃത്തുക്കളെ, വെറും 7ാം ക്ലാസ്സും കൂലിത്തല്ലും മാത്രം യോഗ്യതയുള്ള നാറ്റ വെള്ളത്തിൽ അന്നം തേടുന്ന ഈയുള്ളവൻ ഇന്നു മുതൽ MA-കാരിയായ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥയുടെ കെട്ടിയോനാവുകയാണ്. അവൾക്ക് എന്നെ പണ്ടേ ഇഷ്ടമായിരുന്നെന്നും ഞാൻ ഗൗനിക്കാത്തതിൻ്റെ വാശിക്കാണ് സാറിൻ്റെ പിന്നാലെ പോയതെന്നും പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. ആ സാറിൻ്റെ കാലൊടിച്ചതോടെ പ്രേമം കലശലായത്രേ. ഈ പ്രേമത്തിൻ്റെ വഴികളെ അതെത്ര വിചിത്രമാണെന്ന് ആലോചിക്കും തോറും തല പെരുക്കുകയാണ്. അവളോട് ഞാൻ ചോദിച്ചതാണ്, എൻ്റെ ഈ നാറ്റം എങ്ങനെ സഹിക്കുമെന്ന്. ശരീരത്തിൻ്റെ ഗന്ധം വാസനയാണെന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചുമ്മ വച്ച് അവൾ അറിയിച്ചു. പക്ഷേ ഇനി സുനന്ദയുടെ അടുത്ത് പോയാൽ ബാലേട്ടന് നിങ്ങളിറങ്ങുന്ന വെള്ളത്തേക്കാൾ കെട്ട നാറ്റമായിരിക്കും. അത് കേട്ടപാടെ എൻ്റെ ഗ്യാസ് പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പരമരഹസ്യങ്ങൾ ചോർത്തിയെടുക്കാനുള്ള സ്ത്രീ സാമർഥ്യത്തെ വന്ദിച്ച് ഞാൻ അങ്ങനെ ഇനി നല്ല നടപ്പിന് വിധേയനാകാൻ തീരുമാനിച്ച വിവരം ഇതിനാൽ അറിയിക്കുകയാണ്.